ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ഒക്കെ ഉള്ള ഒരാളാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല കുറേ ഫോട്ടോസൊക്കെ കണ്ടു. സെൽഫ് ലവ് എങ്ങനെയാണ്? ചെറുപ്പം മുതൽ സെൽഫ് ലവ് ഉണ്ടോ? ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണോ? ഈ സെൽഫ് ലവ് എന്നുള്ള വേർഡ് അറിഞ്ഞു തുടങ്ങുന്ന ഇപ്പം അടുത്ത കാലങ്ങളിലായിട്ടാണ്. പക്ഷെ അതിനു മുമ്പൊക്കെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമായിരുന്നു എന്നല്ല, ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അതെന്താണ് റീസൺ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണ്, ഞാൻ എന്ത് തീരുമാനിച്ചാലും എനിക്കിഷ്ടമാണ്, എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. ഈ ആളുകൾ പറയാറുണ്ട് എന്താ ഏതെങ്കിലും ഒരു സൈഡൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടമാവുള്ളൂ, അങ്ങനെയൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആളുകൾ കളിയാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഈ സൈഡ് ആംഗിൾ എല്ലാവർക്കും ഇഷ്ടമാവും തോന്നുന്നു. നമ്മൾ ഈ ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ലെഫ്റ്റ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി പ്രിഫർ ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ബോഡി ഷെയ്മിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കും. പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്ലബ്ബുണ്ട്. അവിടെയൊക്കെ കുറേ പ്രോഗ്രാംസൊക്കെ ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കും. ക്ലാസിക്കൽ ഡാൻസർ അല്ല, ആ സമയത്ത് സിനിമാറ്റിക് ഡാൻസിൻ്റെ ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ക്ലബ്ബിലൊക്കെ കുറേ ആൾക്കാരെ പഠിപ്പിച്ചതൊക്കെ ഞാനാണ്. പിന്നെ ഒരു കേരളോത്സവം വന്ന സമയത്ത് അത് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മത്സര വിഭാഗമാണ്. അപ്പോൾ അതിൽ എന്നെ മാത്രം മാറ്റി നിർത്തി. കുറേ ആൾക്കാരെ ഞാൻ അവിടെ പഠിപ്പിച്ച് അതുവരെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരിങ്ങനെ വീട്ടിലേക്ക് സംഭാവനയാക്കി വരുമല്ലോ വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കുട്ടിക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബർക്കത്തില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് കുറച്ചും കൂടിയും വണ്ണം അങ്ങനെ ഇല്ല, മെലിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ചും കൂടിയും വണ്ണമൊക്കെ ഉള്ള. ഈവൻ എൻ്റെ സെയിം ഏജുള്ള കുട്ടികളൊക്കെ അതിലുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം എന്നെ മാറ്റി നിർത്തിയപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു സങ്കടമായിരുന്നു. എനിക്കിപ്പോഴും അത് മനസ്സിലുണ്ടാവേണ്ട കാരണം അതായിരുന്നു, ആ ഒരു ബോഡി ഷെയ്മിങ് അതുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വന്നത്? ഞാൻ എന്ത് കഴിച്ചാലും മണ്ണൊന്നും വെക്കില്ല. ഇങ്ങനെ പുറത്തു വരാനോ അറിയാറില്ല. അല്ല, ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയും അത് വിജിഷയുടെ ഭാഗ്യമാണ്. വണ്ണമുള്ളവരൊക്കെ പറയും അത് ഭാഗ്യമാണ്, എന്ത് കഴിച്ചാലും എന്തും കഴിക്കാലോ. അവർക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർ. അപ്പം അതൊരു ഭാഗ്യമായിട്ട് ഞാനും കാണുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്യാറില്ല.